ഗസ സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നു. ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നുവെന്നാണ് ഇസ്രായേലിന്റെ കുറ്റപ്പെടുത്തൽ. റഫ അതിർത്തി തുറക്കില്ലെന്നും സഹായം നിർത്തിവെക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, സമാധാന കരാർ ഒപ്പുവെച്ച് ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി ഗസയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു വിഭാഗം നിരീക്ഷകരെങ്കിലും പറഞ്ഞിരുന്നു ഇതിൽ ഇസ്രായേലും ഹമാസ് നേതാക്കളും ഒപ്പുവെക്കാതുണ്ടാക്കിയ ഈ ഉടമ്പടി, അതിന് പിന്നാലെ അല്ലെങ്കിൽ ഈ കരാർ അത് പാലിക്കപ്പെടാൻ ഇരു വിഭാഗവും തയ്യാറാകുമോ, പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അത് ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ സംഭവങ്ങൾ നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ കാരണം? ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകളും ഉണ്ടല്ലോ. അങ്ങനെ തന്നെയാണ് കാരണം ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് സമാധാന ചർച്ചകളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് സമാധാന ചർച്ചകൾ വഴിമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത് മുഴുവൻ ബന്ദികളെയും ഞങ്ങൾക്ക് തിരികെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾ നൽകിയ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ ബന്ദികളെയും ഹമാസ് തിരികെ നൽകിയിട്ടില്ല, അതിൽ 4 മൃതദേഹങ്ങൾ കൂടി തിരികെ ലഭിക്കാനുണ്ട് എന്നൊരു വാദമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉയർത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സമാധാന ചർച്ചയിലും ഉടമ്പടിയിലും ഒപ്പുവെക്കാനായി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ പങ്കെടുത്തിരുന്നില്ല, കെയ്റോയിൽ എത്തിയിരുന്നില്ല. അപ്പോഴും അതിനു മുൻപ് ഹമാസ് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പ്രതികൾ ആരും അവിടേക്ക് പോകുന്നില്ല, കാരണം അവിടെ ഞങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല, അവിടെ മധ്യസ്ഥരുണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ രണ്ട് പക്ഷവും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. അത് മാത്രമല്ല, ഈ കരാറിൽ ഒപ്പിടുന്നതിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോ വലിയ ദേശീയ നേതാക്കന്മാരോ ആരും പങ്കെടുത്തിരുന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയും പക്ഷേ കരാർ യാഥാർത്ഥ്യമാവുകയും ലോകം ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ നിലപാട് മാറ്റം ഉണ്ടാകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് റഫ അതിർത്തി തുറക്കുന്നില്ല എന്ന നിലപാടിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, പിൻവാങ്ങിയ സൈന്യം അവിടെ നിന്ന് പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം സൈന്യം പിൻവാങ്ങിയ സ്ഥലത്തേക്ക് എത്തിയ ആളുകളെ വെടിവെച്ചിട്ടു, 9 പലസ്തീനിയൻസിനെ വെടിവെച്ചിട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ കരാർ ലംഘനത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. UN തന്നെ അടിയന്തരമായി ഇന്ന് തന്നെ ഇടപെട്ട് കഴിഞ്ഞു. അങ്ങനെ സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മാത്രമല്ല, റഫ അതിർത്തി അടച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം റഫ അതിർത്തിയിലൂടെയാണ് മാനുഷികമായും മറ്റ് മെഡിക്കൽ സൗകര്യങ്ങളും എല്ലാം അവിടേക്ക് എത്തേണ്ടത്, ഗസയിലേക്ക് എത്തേണ്ടത്. ഗസ ഇപ്പോൾ പൂർണ്ണമായും ഒരു വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ്. ജനങ്ങൾ കൊടും പട്ടിണിയിലാണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്നുണ്ട്, കുട്ടികൾ പട്ടിണിയിലാണ്. അങ്ങനെ ആരോഗ്യ സംവിധാനങ്ങൾക്കും മെഡിക്കൽ സംവിധാനങ്ങൾക്കും മറ്റ് മാനുഷികമായ സഹായങ്ങൾക്കും ഇപ്പോൾ ഗസ കേടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ റഫ അതിർത്തി അടച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മാത്രമല്ല, യുദ്ധം നിർത്തണമെന്നും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞ് കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഏതാണ്ട് 9ലധികം ആളുകളെ വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലേക്കോ അല്ലെങ്കിൽ ലോകം ആഗ്രഹിച്ച രൂപത്തിലേക്കോ അല്ലെങ്കിൽ ആ കരാറിന്റെ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴും ആ കരാറിന്റെ ലംഘനം സംഭവിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു അല്ലെങ്കിൽ യുദ്ധം അവസാനിച്ചു എന്നൊരു വാക്ക് ട്രംപിന്റെ ഭാഗത്തുണ്ട്. ആ വാക്കിനെല്ലാം മറികടന്നുകൊണ്ട് വീണ്ടും പഴയ സ്ഥിതിയിലേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗസയിലുള്ളത്. UN തന്നെ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതേ വേദിയിൽ ഇതേ സമയങ്ങളിൽ സംസാരിച്ചതുപോലെ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ നിരായുധീകരണവും ഗസയിൽ അവരുടെ സാന്നിധ്യവും, ഈ രണ്ട് കാര്യത്തിലും ഇപ്പോഴും ഒരു നിലപാട് എവിടെയും ആരും പറയാത്തത് കൊണ്ടും ചർച്ചകൾ അത് മുന്നോട്ട് വരാത്തത് കൊണ്ടും ഇനി വരും ദിവസങ്ങൾ ഒരുപക്ഷെ ചർച്ചകൾ ഉണ്ടായാൽ പോലും ആ ചർച്ചകളെയൊക്കെ വഴിമുട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഭാഗത്തുണ്ടാകുന്ന നിലപാടുകൾ. ഇസ്രായേലിനെ സംബന്ധിച്ച് പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം സാധ്യമായില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നതും ഇസ്രായേൽ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നതും. അതുകൊണ്ടാണ് റഫ അതിർത്തി പോലും അടച്ചുകൊണ്ട് പൂർണ്ണമായും മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ കരാർ ലംഘനത്തിലേക്ക് ഇസ്രായേൽ പോകുന്നത്. വരും മണിക്കൂറുകളാണ് ഇനി വളരെ നിർണായകമാകാൻ പോകുന്നത്. രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ആരംഭിക്കാനിരിക്കെ അതിനിർണായകമാണ് വരും മണിക്കൂറുകൾ. പ്രജിൻ, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.